ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്ര വിവാഹ മണ്ഡപത്തിൽ നിന്നും സിദ്ധു കെട്ടിയ താലിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് കഴുത്തിലുള്ള പൂമാലയൊക്കെ വലിച്ചെറിഞ്ഞ ശേഷമാണ് പോകുന്നത്. അങ്ങനെ പ്രേമയോട് വളരെ മോശമായി സംസാരിച്ചിട്ടാണ് ചന്ദ്ര പോകുന്നത്. അങ്ങനെ ചന്ദ്രയുടെ ഭാഗത്തു നിന്നും പ്രേമയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയത്. പ്രേമ ചന്ദ്രയെ തലയിൽ കൊണ്ടുവച്ച് നടന്നിട്ട് പ്രേമയ്ക്ക് നല്ലൊരു തിരിച്ചടിയാണ് ചന്ദ്ര കൊടുത്തത്. ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം പ്രേമയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം. ചന്ദ്രയുടെ ആ ഭാവവ്യത്യാസം കാണുന്ന സമയത്ത് അച്ഛനും രംഗനും പ്രേമയും സിദ്ധു ഒക്കെ ആകെ തരിച്ചു നിൽക്കുകയാണ്. ഇതെന്താ ഇവളിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവളുടെ സ്വഭാവം മാറിയത്? ഇത്രയും ദിവസം ഇവൾ നല്ലവളായിട്ട് അഭിനയിച്ചത് ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നോ എന്നുള്ള ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വരികയാണ്. റൂബിയെയും കൂട്ടി ചന്ദ്ര മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ പ്രേമ വലതുകാല് വെച്ച് വീട്ടിലേക്ക് കയറി വരാൻ പറയണേ. എന്നിട്ട് നിലവിളക്ക് കൊടുത്ത സമയത്ത് പ്രേമ ആ നിലവിളക്ക് ചന്ദ്രയ്ക്ക് മുന്നിൽ നീട്ടിയതോടുകൂടി നിലവിളക്കിലെ തിരി അങ്ങ് ഊതിക്കെടുത്തുകയാണ്. എന്നിട്ട് പറയണേ, ഇപ്പോൾ നിലവിളക്കിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? ഇനി എന്താ പറഞ്ഞത്? വലതുകാല് വെച്ച് കയറണമെന്നോ? എങ്കിൽ അതിനും ഒരു തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് റൂബിയോട് ചോദിക്കാണ്. അല്ല റൂബി, ഇതിലേതാണ് വലതുകാല് എന്ന് ചോദിച്ചപ്പോൾ അതാണെന്ന് റൂബി പറയുമ്പോൾ എങ്കിൽ ഇടതുകാല് തന്നെ വെച്ച് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുകാല് വെച്ച് കയറി അഹങ്കാരത്തോട് കൂടിയിട്ടാണ് അകത്തേക്ക് പോകുന്നത്. അത് കാണുന്ന സമയത്ത് പ്രേമയ്ക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ്. എന്ത് ചെയ്യണം, എന്താണ് ഇവളോട് പറയേണ്ടത്, എന്തിനാണ് ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ വലതുകാലിന് പകരം ഇടതുകാല് വെച്ച് കയറി ചന്ദ്ര സോഫയിൽ പോയിട്ട് അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല ഞാനിപ്പോൾ ഇടതുകാല് വെച്ച് കയറിയില്ലേ, ഇപ്പോൾ അതിനും ഒരു തീരുമാനമുണ്ടായി. ഈ വീട് നശിപ്പിച്ചിട്ടാണ് ഞാൻ അടങ്ങൂ. ഈ വീടിൻ്റെ നാശം കണ്ടിട്ടാണ് ഈ ചന്ദ്ര ഇനി അടങ്ങിയിരിക്കൂ എന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അല്ല മോളെ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നിങ്ങൾ ഓരോരുത്തരും എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ വഴിയെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാം. ഈ ചന്ദ്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഓരോരുത്തരും എന്നോട് കാണിച്ചതിനും എല്ലാം തന്നെ ഞാൻ ഓരോന്നോരോന്നായി ഞാൻ തിരിച്ചടി തന്നിരിക്കും എന്ന് പറയുന്ന സമയത്ത് രംഗനടക്കം എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഇവളെന്തിനാ, ഇവളെ ഞങ്ങൾ എല്ലാവരും സഹായിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നിട്ടെന്താ ഇവൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ചന്ദ്ര റൂബിയെയും കൂട്ടി നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ രംഗം പറയാണ്, എന്തിനാണ് ഇവൾ ഇങ്ങനെ പെരുമാറുന്നത്? ഇവൾക്ക് എന്താ ഇത്രയ്ക്ക് അഹങ്കാരം? ഇവളുടെ ഈ അഹങ്കാരത്തിന് തിരിച്ച് നല്ലൊരു പണി കൊടുക്കുകയാണ് വേണ്ടത്. ഇവളെ ഇവിടെ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയണ, വേണ്ട, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. അവൾ ഒരു സ്ത്രീയാണ്. അവൾ ഈ വീട്ടിലെ സിദ്ധുവിൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അവളുടെ തീരുമാനം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എന്നതിൻ്റെ ശേഷം മാത്രം മതി അവളോട് എന്തെങ്കിലും തിരിച്ചു ചെയ്യല്. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം ഇനി സഹിച്ചല്ലേ പറ്റോ. സിദ്ധുവിൻ്റെ അച്ഛൻ പറയാണ്, എന്താണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇതിന് മാത്രം എന്താണാവോ അവളോട് നമ്മൾ ചെയ്തത്? അപ്പോൾ ചന്ദ്ര പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, ഞാൻ ഈ കല്യാണത്തിന് ഒരുപാട് തവണ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ച സമയത്ത് നിങ്ങൾ ആരും തന്നെ എന്നോടൊപ്പം നിൽക്കാതെ ആ ദേവികയോടൊപ്പമല്ലേ നിന്നത്? എന്നെ വേണ്ട എന്നല്ലേ പറഞ്ഞത്? അതിനുള്ളത് തന്നെയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ അച്ഛനൊക്കെ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മോന് വന്നല്ലോ എന്നുള്ള വിഷമത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ പ്രേമ വിഷമിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് രംഗം ചെല്ലാണ്. എന്നിട്ട് പറയണേ, നീ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. സിദ്ധുവിൻ്റെ ജീവിതം നീ ഇങ്ങനെ ആക്കി തീർത്തത് നീ ഒറ്റ ഒരുത്തിയാണ്. സിദ്ധു വേണ്ട എന്ന് എത്ര തവണ, പല തവണ നിന്നോട് പറഞ്ഞപ്പോഴും നിനക്കല്ലേ പ്രേമയെ സിദ്ധുവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഉത്സാഹമുണ്ടായത്? ഇപ്പോൾ ആ പയ്യൻ്റെ ജീവിതം ഇല്ലാതാക്കിയില്ലേ? നിനക്കിപ്പോൾ എന്താണ് കിട്ടിയത്? അപ്പോൾ പ്രേമ പൊട്ടിക്കരയുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ളത് ഓർത്ത് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുള്ളതല്ലേ, ആ ചന്ദ്രയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന്. അവളുടെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളോളമായിട്ട് അവൾ ഒരു നാടകം പോലെയാണ് ഇവിടെ എല്ലാം ചെയ്തു വെച്ചത്. അവളുടെ അഭിനയമായിരുന്നു. അവൾ നല്ലവളായിട്ട് അവള് ദേവികയെയും സിദ്ധുവിനെയും ഒന്നിപ്പിക്കാനാണെന്നും പറഞ്ഞ് അഭിനയിക്കുകയാണ് ചെയ്തത്. അപ്പോഴല്ലേ സിദ്ധു കല്യാണ മണ്ഡപത്തിൽ എത്തുമ്പോഴല്ലേ അവൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരികയുമുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ദേവികയെയും സിദ്ധുവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി അവൾ നോക്കിയത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സിദ്ധു കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ളത് അവൾക്കറിയാം. അതിന് വേണ്ടിയിട്ട് ഒരുക്കിയ കെണിയാണ് അവൾ ഇത് എന്ന് പറയുന്ന സമയത്ത് പ്രേമ, ഇത് രംഗം പറയുന്നതെല്ലാം സത്യമാണ്, രംഗേട്ടൻ പറയുന്നതെല്ലാം സത്യമാണ്, അവളുടെ അഭിനയം തന്നെയാണ് എന്നുള്ള കാര്യം പ്രേമയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ പ്രേമ കരഞ്ഞുകൊണ്ട് രംഗനോട് ചോദിക്കുകയാണ്, അല്ല രംഗേട്ട, ഇതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക? എങ്ങനെ നമ്മുടെ സിദ്ധുവിൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടുത്തും എന്ന് ചോദിക്കുമ്പോൾ രംഗം പറയാണ്, ഇനി ഒരു വഴിയുമില്ല. കാരണം അവളുടെ കഴുത്തിൽ താലിയില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് കൊണ്ടാണ് രജിസ്ട്രാളെ ആ മണ്ഡപത്തിലേക്ക് തന്നെ വരുത്തി
വരുത്തിച്ച് സിദ്ധുവിൻ്റെയും അവളുടെയും ഒപ്പിടിപ്പിച്ചത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ തെളിവ്. ആ തെളിവ് ഉള്ളിടത്തോളം കാലം സിദ്ധുവിന് പ്രേമയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രേമ പൊട്ടിക്കരയുകയാണ്. ഈ സമയം സിദ്ധാർത്ഥിന് സഹിക്കാൻ കഴിയുന്നില്ല. ദേവികയെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ആ വിഷമത്തിലാണ്. കരഞ്ഞുകൊണ്ടാണ് സിദ്ധാർത്ഥ് നിൽക്കുന്നത്. അങ്ങനെ ദേവികയുടെ ഫോണിലേക്ക് സിദ്ധു ഫോൺ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ദേവികയാണെങ്കിലോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വന്നതോർത്ത് ഞാൻ വിശ്വസിച്ച സിദ്ധു തന്നെ എൻ്റെ സുധിയുടെ മരണത്തിന് കൂട്ടുനിന്നു എന്നുള്ളത് കേട്ടപ്പോൾ ദേവിക അത് കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവികയുടെ അടുത്തേക്ക് നിത്യ ചെന്നിട്ട് പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു ചതിയുണ്ട് ദേവികയുടെ എന്തോ ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഒരിക്കലും സിദ്ധുവേട്ടൻ ഇതിന് കൂട്ടു നിൽക്കില്ല. സിദ്ധുവേട്ടൻ നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ദേവിക പറയാണ്, നിത്യെ എന്നെ നീ ഒന്ന് തനിച്ചിരുത്തി, എനിക്കിതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ദേവിക ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നിത്യ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അങ്ങ് പോവുകയാണ്. ഇനിയിപ്പോൾ സിദ്ധു നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും എനിക്കതിനൊന്നും കുറിച്ചൊന്നും അറിയണ്ട. എൻ്റെ മനസ്സിലുള്ള സത്യം അത് സുധിയേട്ടൻ മാത്രമാണ്. അതുമാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ താലി പോലും ഞാൻ ഊരാൻ സമ്മതിക്കാതിരുന്നത്. ആ സത്യം മാത്രമുള്ളത് കൊണ്ടാണ് എൻ്റെ സുധിയേട്ടൻ കിട്ടിയ താലി ഇപ്പോഴും കഴുത്തിലുള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ നിത്യയ്ക്ക് പിന്നെ ദേവികയുടെ മുന്നിൽ ഒന്നും പറയാനാവാതെ നിത്യ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ദേവിക പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥിൻ്റെ കോള് വരുന്നത്. അങ്ങനെ സിദ്ധുവിൻ്റെ കോള് വരുന്നത് പോലും ദേവിക അറിയുന്നില്ല. അങ്ങനെ സിദ്ധു പലതവണയായിട്ട് നിരന്തരം വിളിക്കുമ്പോഴും ദേവിക ആ കോൾ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ സിദ്ധു പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ദേവിക എന്നെ വെറുത്തു, ദേവിക എല്ലാം വിശ്വസിച്ചു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇനി ഞാൻ എങ്ങനെ ദേവികയെ തെളിയിപ്പിക്കും എന്നുള്ള വിഷമത്തിലാണ് സിദ്ധു നിൽക്കുന്നത്. അപ്പോൾ സ്വാമിയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത്, തങ്കച്ചിക്ക് വേണ്ടി സ്വാമിയാണ് കളിച്ചത് എന്നുള്ള കാര്യം അക്ഷരയ്ക്കും നിരഞ്ജനും മനസ്സിലായപ്പോൾ ജയശങ്കറിനോടും കാഞ്ചനയോടും ചേർന്ന് ഇക്കാര്യം പറയുമ്പോൾ കാഞ്ചനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് സ്വാമിയോട് പറയാണ്, ഒരു മഹാപാവം പിടിച്ച പെൺകുട്ടിയുടെ ജീവിതം തകർത്തിട്ട് നിനക്കിപ്പോൾ എന്ത് കിട്ടി? ആ ശാപത്തിൽ നിന്നും ഒരിക്കലും നമ്മൾ ആരും രക്ഷപ്പെടില്ല. അവളുടെ ആദ്യ വിവാഹം ഇങ്ങനെ ആയിപ്പോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിവാഹമായിരുന്നു. എത്രമാത്രം അധികം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവരുടെ ജീവിതമാണ് തകർത്തത് എന്ന് പറയുമ്പോൾ സ്വാമി പറയണേ, ഞാൻ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആ വിവാഹം ഉറപ്പായും മുടക്കും. അത് തങ്കച്ചിയും മുടക്കും, അത് കഴിഞ്ഞ് ചന്ദ്രലേഖയും മുടക്കും എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന സ്വാമി എന്തുകൊണ്ടാണ് ഞങ്ങളോട് അത് പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറയാണ്, അത് എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ചന്ദ്ര എന്തായാലും ആ കല്യാണം മുടക്കം എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത്. ദേവികയും സിദ്ധുവും തമ്മിൽ ഒന്നിക്കുന്നത് അത് ചന്ദ്രയ്ക്ക് ഇഷ്ടമില്ല. അപ്പോൾ ചന്ദ്ര എന്തായാലും അത് മുടക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ തങ്കച്ചിക്കും സിദ്ധുവിനോട് നല്ല പകയുണ്ട്. സിദ്ധു ഈ സ്ഥലവും വീടും നിങ്ങളുടെ പേരിലേക്ക് തന്നെ തങ്കച്ചിയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച ആ ദേഷ്യം തങ്കച്ചിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ സിദ്ധുവിനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാതിരിക്കില്ലല്ലോ തങ്കച്ചി. അല്ലാതെ നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞപ്പോൾ അക്ഷര പറയണേ, നിങ്ങളെ തന്നെയല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? നിങ്ങളല്ലേ സിദ്ധു എല്ലാം ആദ്യമേ അറിഞ്ഞിരുന്നു. സുധിയുടെ മരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സിദ്ധുവിന് അറിയാമെന്നുള്ള പച്ചക്കള്ളം നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? അതുകൊണ്ട് മാത്രമാണ് ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നടക്കാതെ പോയത് തന്നെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാമിക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെ സ്വാമി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വാമി അങ്ങ് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ ജയശങ്കറും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സ്വാമി അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് സ്വാമി പറയണ, അത് പിന്നെ നിരഞ്ജനെയും അക്ഷരയെയും അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അക്ഷര പറയണേ, നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? എന്തിനാണ് നിങ്ങൾ പച്ചക്കള്ളം പറയാൻ പോയത്? അതുകൊണ്ടല്ലേ കല്യാണം മുടങ്ങിയത്. അത് നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു കള്ളം നിങ്ങൾക്ക് പറയേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. പാവം സിദ്ധാർത്ഥ്, ഒരു തെറ്റും ചെയ്യാത്ത സിദ്ധാർത്ഥിനെ നിങ്ങൾ എന്തിനാണ് വെറുതെ ഇല്ലാത്ത കള്ളം പറഞ്ഞ് അവനെ പ്രതിയാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ സ്വാമിക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവാണ്. അങ്ങനെ സ്വാമി അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അക്ഷരയും നിരഞ്ജനും വിഷമിച്ച് റൂമിലിരിക്കുന്ന സമയത്ത് ദേവികയുടെ അവസ്ഥയോർത്ത് എങ്ങനെ ഇനി നമ്മൾ ദേവികയെ ആശ്വസിപ്പിക്കും? ദേവികയ്ക്ക് ഫോൺ വിളിച്ചാൽ പോലും ഈ ദേവിക നമ്മുടെ ഫോൺ പോലും എടുക്കില്ല. എങ്ങനെയാണ് ദേവികയെ കൊണ്ടൊന്ന് ആശ്വസിപ്പിക്കുക? എന്താണ് ചെയ്യുക? ദേവിക ഇപ്പം തനിച്ചായതുപോലെ ഉണ്ടാവും. ദേവികയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഇനി കഴിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുകയാണ് അക്ഷര നിരഞ്ജനോട് പറഞ്ഞിട്ട്. അപ്പോൾ നിരഞ്ജൻ പറയണ, നമ്മുടെ ഭാഗത്തും ഒരു ചെറിയ തെറ്റുണ്ടായി. നമുക്ക് ദേവികയോട് ഇക്കാര്യം ആദ്യമേ ഒന്ന് പറയാമായിരുന്നു. എങ്കിൽ ഈ കല്യാണം ഒരിക്കലും മുടങ്ങില്ലായിരുന്നു. സിദ്ധുവിനെ എല്ലാവർക്കും മുന്നിൽ പ്രതിയാക്കില്ലായിരുന്നു. പാവം പിടിച്ച സിദ്ധു ഇനി എങ്ങനെ ദേവികയെ വിശ്വസിപ്പിക്കും? ദേവിക വിശ്വസിച്ചിരിക്കുന്നത് സിദ്ധു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നായിരിക്കും. സിദ്ധു നിരപരാധിയാണെന്നുള്ളത് എങ്ങനെ അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയാണ്,
കാലം തന്നെ തെളിയിക്കട്ടെ എന്ന് നിരഞ്ജൻ പറയാണ്. എന്നിട്ട് അക്ഷരയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം മനോഹരനാണെങ്കിലോ എന്ത് പറയണം, ഇനിയിപ്പോൾ എല്ലാവർക്കും മുന്നിൽ സിദ്ധു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ മനോഹരനും പാർവതിയൊക്കെ ഷോക്കാവാണ്. അപ്പം മുത്തശ്ശി പറയണേ, എന്തായാലും നമ്മുടെ മോൻ സുധിയുടെ മരണത്തിൻ്റെ പിന്നിൽ അവരെല്ലാവരുമാണെങ്കിൽ അവരെ വെറുതെ വിടരുത്, അവരെ നമുക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ആ ഡോക്ടറും അവരുടെ ഭാര്യയും എന്തെല്ലാം അഭിനയമായിരുന്നു. ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, അവൾക്ക് ആ ഡോക്ടറെയും അവരുടെ ഭാര്യയെയും കുറിച്ച് പറയുമ്പോൾ അവളുടെ വായിൽ നിന്ന് തേൻ ഒലിക്കുമായിരുന്നു. ഇപ്പം എന്തുണ്ടായി? അവർ തന്നെ പിന്നിൽ നിന്ന് കുത്തിയില്ലേ? നമ്മുടെ സുധിയുടെ മരണകാരണക്കാർ അവരാണ്. അവരെ എന്തായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ശരത്ത് ഈ സത്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ പാർവതി പറയണേ, ശരത്ത് എങ്ങനെ അറിഞ്ഞാലും അവൻ അതൊന്നും മറച്ചു വെക്കാതെ ആ ഒരു സദസ്സിൽ ഇങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞല്ലോ, അത് ശരത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ്. ഇനിയെങ്കിലും മനോഹരേട്ടൻ ശരത്തിനെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും ശരത്തിനെ കുറ്റപ്പെടുത്താറുണ്ടല്ലോ, ഇനിയെങ്കിലും ശരത്തിൻ്റെ ആത്മാർത്ഥത നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ശരത്തിനെ ഇനി ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞ് പാർവതി മനോഹരൻ്റെ മുന്നിൽ പറയുന്ന സമയത്ത് മനോഹരൻ ശരിയാണ്, ശരത്താണ് ഇപ്പോൾ നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത് എന്നുള്ള മട്ടിലാണ് കേട്ടോ മനോഹരനും ഇരിക്കുന്നത്. അങ്ങനെ ഇനി ശരത്തിനെ തലയിൽ കയറ്റി നടക്കാനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ശരത്തിൻ്റെ കള്ളത്തരം എല്ലാവരും ഒരു നിമിഷത്തേക്ക് മറന്നു പോകുന്നുണ്ട്. നിത്യയോട് അവൻ്റെ അമ്മയും അവനും കൂടിയാണ് ഈ ചതി ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഒരു നിമിഷത്തേക്ക് മനോഹരനടക്കം എല്ലാവരും ഒന്ന് മറന്നു പോവുകയാണ്. അങ്ങനെ ഇനി മനോഹരൻ ദേവികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ദേവിക മനോഹരനെ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ മനോഹരൻ ആശ്വസിപ്പിക്കുകയാണ്, മോളെ നീ വിഷമിക്കരുത്. പിന്നെ ശരത്ത് പറയുന്ന കാര്യങ്ങളൊന്നും കണ്ണും പൂട്ടി വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. കാരണം ശരത്തിനെ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. ശരത്തിനെയും ശരത്തിൻ്റെ അമ്മ പ്രഭാവതിയെയും നമുക്ക് അറിയാവുന്നതാണ്. ഈ കല്യാണം മുടങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അവർ തന്നെയാണ്. അപ്പോൾ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരവിടെ കളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിറകിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചന്ദ്ര ശരത്തിനെയും എല്ലാവരെയും വെച്ച് കളിച്ചതാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. സിദ്ധു പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിദ്ധു ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവികയുടെ മനസ്സിൽ ഇനി കുറ്റബോധം വരികയാണ്. ഈ സമയം ചന്ദ്രയോട് റൂബി ചോദിക്കുകയാണ്, എന്തിനാണ് ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നീ സിദ്ധുവിനെ വിവാഹം കഴിക്കണം എന്നുള്ളത് നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതല്ലേ, എന്നിട്ടിപ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്ര പറയണേ, ഞാൻ ഒരുപാട് തവണ അവരോടൊക്കെ പറഞ്ഞതാണ് എനിക്ക് സിദ്ധുവിനെ ഇഷ്ടമാണ്, ഞാനും സിദ്ധുവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിദ്ധു ആണ് ഏറ്റവും കൂടുതൽ എതിർത്തത്. ആ ദേവികയെ തന്നെ അവന് വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്നെ അപമാനിച്ചതിനുള്ള ശിക്ഷയാണ് ഇനി അവർ ഓരോരുത്തരും ഇനി അനുഭവിക്കാൻ പോകുന്നത്. ദേവികയ്ക്ക് മനസ്സ് കൊടുത്ത ആ സിദ്ധുവിനെ ഇനി എനിക്ക് വേണ്ട, പക്ഷെ ഞാൻ അവൻ്റെ കണ്ണീര് കണ്ട് ഞാൻ ആസ്വദിക്കും. ഇനി ഞാൻ അവനെ ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കില്ല, എന്നിട്ട് അവൻ്റെ ഹൃദയം പണിമുടക്കണം. അതാണ് ഇനി ഈ ചന്ദ്രയുടെ ലക്ഷ്യം.